എല്ലാവർക്കും നമസ്കാരം. അതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ വീടിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാനും എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ താമസിച്ച ഞങ്ങളുടെ വീടാണ്. 5.5 സെൻറ്റിലുള്ളൊരു വീടാണ്. ഇതല്ല വീട് നേരത്തെ, അതെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. 2018 പ്രളയത്തിൽ വീടിന് ഒരുപാട് നാശനഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മുറികളെല്ലാം പോയി, ഭിത്തിയെല്ലാം വിട്ടുപോയി, കതകിനും അവിടെയെല്ലാം ഓരോ നാശനഷ്ടമൊക്കെ സംഭവിച്ചു. തറയെല്ലാം പൊട്ടിപ്പോയി, അങ്ങനെ എല്ലാം പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയും അച്ചാച്ചനും ഒക്കെ വേറെ സ്ഥലം മേടിച്ച് വീട് വെച്ചു. അനിയത്തി കല്യാണമൊക്കെ കഴിഞ്ഞു പോയി, അവൾക്ക് ജോലിയൊക്കെ ആയി. അപ്പം അവർ വേറെ വീടൊക്കെ വെച്ചപ്പം ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുമാണ് ഇവിടെ ഇപ്പം താമസിക്കുന്നത്. ഞങ്ങൾ ആദ്യം വാടകയ്ക്കൊക്കെ ആയിരുന്നു. അപ്പം നമ്മളിവിടെ വീട് വെച്ചു. നമുക്ക് വീട് വെക്കാനാണ് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വീട് വെച്ചു കേട്ടോ ഞങ്ങൾ. അപ്പം ഇതാണ് വീട്. അപ്പോൾ നേരത്തെ തന്നെ ഇരുന്നൊരു കടമുറിയാണിത്. 5.5 സെൻറ്റിലാണ് ഈ വീട്, ഈ ഒരു സ്ഥലം നമ്മുടെ മൊത്തം കേട്ടോ. വീടുൾപ്പെടെയുള്ള സ്ഥലം 5.5 സെൻറ്റാണ്. അപ്പം ഒരു കടമുറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കടമുറിയുടെ നമ്മുടെ ഈ അതിര് കണ്ടിട്ട്, അതിരിൻ്റെ ഒരു കാൽഭാഗം കണ്ടിട്ടാണ് ഈ കടമുറി വെച്ചിരിക്കുന്നത്. പഴയ രീതിയിലൊക്കെ വെച്ചതാണ്. അപ്പോൾ നമ്മുടെ അതിര് കണ്ട് വെക്കുമായിരുന്നെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ അകത്ത് കയറ്റിയിടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വണ്ടി വേറൊരു വീടിൻ്റെ ഫ്രണ്ട് വശത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കിനും വെള്ളമൊക്കെ കയറി, വെള്ളമൊക്കെ നനഞ്ഞ് അത് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു ഇടത്തോടുണ്ട്. അപ്പോൾ നമ്മുടെ റീസർവേ പ്രകാരം നമ്മുടെ സ്ഥലത്തിനകത്തുള്ളതാണ് ആ ഒരു ചെറിയൊരു ഇടത്തോട്. വെള്ളവും കാര്യങ്ങളും ഒന്നുമില്ല. മഴ പെയ്യുന്ന സമയത്തൊക്കെ അതിനകത്ത് വെള്ളം നിറയത്തുള്ളൂ. പക്ഷേ ഇത് നികത്താൻ പറ്റത്തില്ല എന്നൊരു ഇതുണ്ട്. അതുകൊണ്ടാണല്ലോ. നികത്തുമായിരുന്നെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ കയറ്റിയിടാൻ നല്ല സൗകര്യമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും നികത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതുകൊണ്ട് യാതൊരു പ്രയോജനങ്ങളും ഇല്ല. ഇങ്ങനെ ഈ കാട് പിടിച്ച് കിടക്കാം, വല്ല പാമ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ കിടക്കുന്നതാണ് ആ ഇടത്തോട് കേട്ടോ. എപ്പോഴെങ്കിലും നികത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വണ്ടി കേടൊന്നും കൂടാതെ നശിക്കാതൊക്കെ കിടക്കും. അപ്പം ഇതാണ് നമ്മുടെ ഒരു സൈഡ് വശം കേട്ടോ. അപ്പം ഇത് നമ്മൾ ഈ സ്ഥലം പൊക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ വീട് നിരപ്പായിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നത്. ഈ 2018 ശേഷം ഉണ്ടായ വെള്ളമെല്ലാം ഈ പെരയ്ക്കകത്ത് എല്ലാ വർഷത്തെയും വെള്ളം നമ്മുടെ മുറികളിലും എല്ലാം കയറി. നമ്മൾ അകത്ത് ഈ വലിയ ഈ കല്ലൊക്കെ ഇട്ടാണ് നടന്നുകൊണ്ട്. അമ്മയും അച്ചാച്ചനും ഒക്കെ പേരപ്പൻ്റെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു. അപ്പം നമ്മൾ കടയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കയറി ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ മുറിക്കകത്തെല്ലാം വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ ചിലപ്പം പാമ്പും കാര്യങ്ങളും അങ്ങനെ ഇതായിട്ടല്ല, ചെറിയ നീർക്കോലി അങ്ങനെയൊക്കെ ഉള്ള ശല്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ അതിൽ നിന്നൊരു മോചനം നമുക്കുണ്ടായി കേട്ടോ. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അവിടെ പൊക്കിയത് കൊണ്ട് വെള്ളപ്പൊക്കം ഇപ്പം ഈ ഒരു വർഷം ഈ പ്രാവശ്യത്തെ വെള്ളമൊന്നും കയറിയില്ല. അപ്പം ഇവിടെ നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ സൈഡിലൊരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ടാങ്കും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ബൈക്കും സൈക്കിൾ ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നമുക്ക് 2 വാതിലുകളുണ്ട്. ഈ ഒരു ചെറിയ വാതിലും അപ്പുറത്തെ സൈഡിൽ കൂടെയും അങ്ങനെ 2 വഴിയുണ്ട്. അയയും കാര്യങ്ങളും ഒക്കെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതാണ് ഇടത്തോട്. അപ്പോൾ ഇവിടെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ മാറ്റി. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ പാമ്പ് വന്നതുകൊണ്ട് നമ്മളവിടെ ഈ ജനലും ഇത് തറയൊക്കെ ആയിട്ട് മിറ്റമൊക്കെ ആയിട്ട് ഇങ്ങനെ അത്ര ഇതായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ചെടിയൊക്കെ മാറ്റി കൽക്കെട്ടലൊക്കെ വെച്ചു. അപ്പം നമ്മുടെ വീടിൻ്റെ വാതിലാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ കതകും ജനലുകളും ഒക്കെ പഴയ വീടിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത്ര വലിയ ഒരു വില റേറ്റൊന്നും ആകാഞ്ഞത് വീടിന്. അപ്പം ഈ ഒരു മുറിയിൽ നമ്മൾ ടൈൽസ് ഇട്ട് തറ പൊക്കിയായിരുന്നു കേട്ടോ. പിന്നെ ബോർഡിൽ ഈ ഒരു ദൈവത്തിൻ്റെയൊക്കെ ഫോട്ടോ വെക്കാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഊണുമുറി എന്നല്ല, പണ്ട് ഇവിടെ ഇരുന്നാണ് ഡൈനിങ് ടേബിളൊക്കെ വെച്ച് കൊണ്ടുകൊണ്ടിരുന്ന പണ്ടത്തെ വീട്ടിൽ. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ ഈ ജനലും വാതിലും എല്ലാം പഴയതെടുത്തിട്ട് പോളിഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ പുതിയ കണക്ക് തന്നെ തോന്നും. അപ്പോൾ പെയിൻറ്റിങ് 2 തരം പെയിൻ്റാണ് ഉപയോഗിച്ചത്. ഒന്നൊരു മഞ്ഞയല്ല, ഒരു ലൈറ്റ് മഞ്ഞ കൊടുക്കുന്നത്, പിന്നെ ഒരു പച്ച കളർ, അങ്ങനെയുള്ള 2 ടൈപ്പ് പെയിൻ്റാണ് എടുത്തത്. നേരത്തെ വീടിൻ്റെ വെള്ള പെയിൻ്റാണ്. അത് പണ്ട് ആ വീട് വെച്ച സമയത്ത് അടിച്ചാണ്, പിന്നീട് അടിച്ചിട്ട് പോലുമില്ല. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എങ്ങാണ്ടാണെന്നൊന്നും ചെറിയ രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്തത്. അപ്പം അവിടെ പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ ഡൈനിങ് ടേബിൾ അവിടെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഫോട്ടോ വിളക്കൊക്കെ കത്തിക്കുന്ന സ്പേസ് ആയതുകൊണ്ട് അതൊക്കെ നമ്മളിവിടുന്ന് മാറ്റി. അപ്പോൾ നമ്മൾ മുറിക്ക് വ്യത്യാസമൊക്കെ വന്നല്ലോ. അപ്പോൾ ഈ കസേരകൾ 3 ഇട്ടിട്ടുണ്ട്. ഒരു ടേബിൾ നമ്മുടെ മുറി കിടന്നതാണ്, അതെല്ലാം എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ജനലുണ്ട്. ഇത് 2 പാളിയുടെയും പിന്നെ ഒരു 3 പാളിയുടെ നല്ല വെട്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പണ്ടത്തെ വീടിൻ്റെ ഒരു വാഷ് ബേസിനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. ആ ഭിത്തിരമാരിയൊക്കെ നേരത്തെ ഇരുന്ന തന്നെയാണ് കേട്ടോ. ആ വാഷ് ബേസിൻ്റെ അവിടെ നമ്മൾ ബോർഡ് വെച്ചിട്ട് അവിടെ നമ്മൾ TV ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പുതിയ രീതിയിൽ മുകളിലത്തെ ആ ഒരു മേൽക്കൂര, അതായത് വാർത്ത ഭാഗം മാത്രം മാറ്റി
ഭിത്തിയില്ല. ബാക്കി ഫുള്ള് നമ്മൾ ചേഞ്ച് ചെയ്ത് ഭിത്തിയൊക്കെ മാറ്റി. ഭിത്തിയൊക്കെ നേരത്തെ പുറത്തോട്ട് അപ്പുറത്തെ വീടിൻ്റെ പറമ്പിലോട്ടാണ് വാതിലൊക്കെ അവിടെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കിനും നമ്മളതൊക്കെ മാറ്റി വാതിലൊക്കെ ഫ്രണ്ടിലോട്ടാക്കിയതാണ്. നേരത്തെ ഒരു പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല, ഒരു വാസ്തു രീതിയിലൊന്നും അല്ല വീട് പണിതത്. അപ്പം ഇത് നമ്മൾ നേരെ ഒരു വാതിൽ വരുന്ന ഒരു പാസേജ് കണക്ക് നീളത്തിൽ, അപ്പോൾ അവിടെ വീബോർഡിൽ തന്നെ ഒരു ഇതെടുത്തിരിക്കുവാണ്. ഇത് കണക്ക് തന്നെ അപ്പുറത്തെ മുറിയിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യാം എന്ന രീതിയിലാണ് വെച്ചിരുന്നത്. അന്ന് ചെയ്ത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഇവിടുന്ന് നേരെ ഇങ്ങനെ നീളത്തിൽ അടുക്കള വരെ ഇങ്ങനെ നീണ്ട് ഒരു വീബോർഡ് വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു മുറി മാത്രമേ ചെയ്തുള്ളൂ, പാർട്ടീഷൻ ആയിട്ടുള്ളൂ. ഒരു മുറി അല്ലാതെ കിടക്കുവാണ്. പിന്നെ വീബോർഡ് ചെയ്ത ഒരു മുറിയും കൂടെ ഉണ്ട്. അങ്ങനെ 3 മുറിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം ഇതൊക്കെ ഓടാണ്. കുറച്ച് ആദ്യത്തെ മുറി വാർപ്പൊക്കെ ഇട്ടിടും, വാർത്ത മുറി. പിന്നെ വരുന്നത് ഓടും പിന്നെ ഷീറ്റുമാണ്. ഇതൊരു ബാത്റൂം കേട്ടോ. അങ്ങനെ ആ ഒരു സൈഡിലത്തെ വശത്തായിട്ട് ഒരു ബാത്റൂം. ഇത് പഴയ ബാത്റൂമാണ്. ഇത് ഭിത്തിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലോസറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഴയത് തന്നെ. പക്ഷേ ഭിത്തിയൊക്കെ പോയി അതെല്ലാം വേറെ വെച്ചാണ് ഫുള്ള് ഷീറ്റുമൊക്കെ മുകളിലിട്ട്. ഇത് വന്നിട്ടാണ് ഫസ്റ്റിലത്തെ മുറി. ബാത്റൂമിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതാണ് ഒരു മുറി. ഇതിൻ്റെ ഈ സൈഡിലത്തെ ജനൽ ഭാഗം നേരത്തെ ഉണ്ടായിരുന്നതാണോ മറ്റേ മുറിയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്കതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് ഫസ്റ്റിലത്തെ ഒരു മുറി. കുറച്ച് വലിപ്പമുള്ളതാണ്, നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ള ഒരു ഇതാണ് അവിടെ നമുക്ക് എല്ലാ മുറികളിലും നമ്മൾ വേസ്റ്റ് കളയാനുള്ള വേസ്റ്റ് ബിന്നും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വെട്ടമൊക്കെ ഉണ്ട്. ഓടാണ് ഈ മുറിയിൽ. പിന്നെ ഫാനും കാര്യങ്ങളുമൊക്കെ അങ്ങനെ വരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം വരുന്നത് ഇത് വീബോർഡ് വർക്കയിലാണ് കേട്ടോ. ഈ ഒരു സൈഡ് ഈ ഒരു കാണിക്കുന്ന ആ ഒരു ഭിത്തിയുടെ പോർഷൻ വീബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റിലത്തെ ഒരു മുറിയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഓടാണ് നമ്മൾ കയറി വരുന്ന അവിടെ വാർത്ത മുറി, പിന്നെ ഓടും ഷീറ്റും അങ്ങനെ മിക്സായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ കണ്ടോ, ഇതാണ് വാതിലിൽ നിന്ന് വരുന്നതാണ് ആദ്യത്തെ മുറി. ഇത് വീബോർഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അടുത്തതും നമ്മുടെ വീബോർഡിൽ തന്നെ പാർട്ടീഷൻ ചെയ്യാനായിട്ടിരുന്നാണ്, ഒന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇതൊരു മുറിയാണ്. ഇവിടെയാണ് അച്ഛനും അമ്മയും കിടന്നിരുന്നത്. കട്ടിലും ബെഡും ഒക്കെ ഉണ്ട്. അവരുടെ അലമാരിയും ഒരു ടേബിളും ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാം അവർ പോയി ഇനി അങ്ങോട്ട്. ഇപ്പോൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്, ഇവിടെ ആരും കിടക്കുന്നില്ല. ഇപ്പം ഫാനും ഓടൊക്കെ ഇട്ടിരിക്കുന്നതാണ്. ഇവിടെ നല്ല വെട്ടമൊക്കെ ഉള്ള മുറിയാണ് കേട്ടോ. ഈ അലമാരിയിലെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം മൊത്തം കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അങ്ങേയറ്റം അടുക്കളയിൽ നിന്നാൽ വരെ നമ്മുടെ കടയിലുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഈ ഒരു മുറിയാണ് മൂന്നാമത് വരുന്നത്. അങ്ങനെ 3 മുറിയായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ മുറി ഫുള്ള് നമ്മൾ വീബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം കട്ടിലൊക്കെ പഴയത് തന്നെ. അപ്പം ഈ മുറി നമ്മൾ വീബോർഡിൻ്റെ സാധനങ്ങൾ ഫുള്ള് മേടിക്കാനായിട്ട് നമുക്ക് 54,000 സംതിങ് രൂപ ചിലവായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരാഴ്ചത്തെ പണിക്കൂലി, 2 പേരാണ് വന്ന് പണിതത്. അങ്ങനെയുള്ള ചാർജും കാര്യങ്ങളും നമുക്ക് കൂടുതലും പണിക്കൂലിയൊക്കെയാണ് കൂടുതലും അല്ലേ. ഇപ്പം സാധനങ്ങൾക്കും റേറ്റ് വരുന്നുണ്ട്, പണിക്കൂലിയും നമ്മൾ വീട് പണിയുന്നവർക്ക് പൈസ, പിന്നെ ഇങ്ങനെയുള്ള പണികൾ, ഷീറ്റിൻ്റെ പണികൾ, വീബോർഡിലുള്ള വർക്ക്, ഇങ്ങനെ പല പല പണിക്കാരാണ്. പെയിൻറ്റിങ്ങുകാർ, ടൈൽസ് 2 അവിടെ മാത്രമേ വരുന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ജനലൊക്കെ ഉണ്ട് കേട്ടോ. ജനലുകളൊക്കെ പഴയതാണ്, ഞാൻ പറഞ്ഞു എല്ലാം പോളിഷ് ചെയ്തെടുത്താണ്. നമ്മളിത് ഇടത്തോട്ടിലോട്ടുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ. നല്ല വെട്ടമാണ് ഈ മുറിക്കാണ്. എല്ലാ മുറിക്കും ഉണ്ട്, പക്ഷേ ഈ മുറിക്ക് കുറച്ച് കൂടുതൽ വെട്ടമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. മഴ പെയ്യുമ്പോൾ ഭയങ്കര ശബ്ദമാണ്, ഈ ഷീറ്റ് ഇട്ടിരിക്കുന്ന കാരണം ഭയങ്കര ഒരു ശബ്ദമാണ്. അങ്ങനെ വരുന്നതാണ് ഈ മുറി. അപ്പം അത് കഴിഞ്ഞു. അങ്ങനെ 3 മുറിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മുറി മാത്രം നമ്മൾ വീബോർഡ് ചെയ്യണം. പിന്നീട് അതിലൊരു 2 വീബോർഡെങ്കിലും വേണ്ടി വരും. അത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും പൈസയൊക്കെ ആയി വരുമ്പം. ഇത് നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. നമ്മളിതൊക്കെ വാസ്തു നോക്കിയാണ് ചെയ്തിട്ടുള്ളത്. പഴയ പെരയ്ക്ക് നമുക്ക് വാസ്തുവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പോരായ്മകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുതിയ ഒരു വീട് വെച്ചപ്പം വാസ്തുവൊക്കെ നോക്കി തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഇത് ഓപ്പൺ കിച്ചൺ രീതിയിൽ വീബോർഡിൽ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെയുള്ള ഇതൊക്കെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ജനലുകളൊക്കെ പഴയത് തന്നെ. അത് ജനലിന് അത് പ്രത്യേക ഇതൊന്നുമില്ല. അവിടെ നമ്മൾ ഓപ്പണായിട്ട് തന്നെ കിടക്കുന്നു. പിന്നെ നെറ്റൊക്കെ അടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അവിടെ 3 ജനലുകൾ വരുന്നുണ്ട്, പിന്നെ 2 വാതിലും. അപ്പം അത് നെറ്റിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊതുകിൻ്റെ ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതാണ് ഇവിടെ നമ്മൾ കുറച്ച് വീബോർഡിലാണ് ഈ ഭിത്തി അലമാരി രീതിയിലുള്ള അലമാരികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കാനുള്ളൊരു ഷെൽഫ്. ഇത് മുകളിൽ ടൈൽസ് ഇട്ടിട്ട് താഴെ വീബോർഡിലാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വെക്കുന്ന ആ ഒരു ഏരിയയാണ്.
ഇവിടെ നമ്മുടെ എന്താണ് നമ്മുടെ നമ്മൾ വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ പുകയില്ലാത്ത അടുപ്പിന് നമുക്ക് 7000 രൂപയാണ് ചാർജ് വന്നത്. അവർ വന്ന് വെച്ച് തരും. ഒരു ദിവസത്തെ ഇതേ ഉള്ളായിരുന്നു. ഇവിടെ നമ്മൾ ഗ്യാസ് അടുപ്പും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കറണ്ട് അടുപ്പും പിന്നെ മിക്സി കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. താഴെ നമുക്ക് മിക്സിയുടെ ജാറുകൾ, ടിന്നുകൾ, മുകളിലായിട്ട് ബോർഡിൽ തന്നെ ചെയ്ത ഒരു ഷെൽഫുണ്ട്. അത് കുറച്ച് പൊക്കത്തിലാണ്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം എപ്പോഴും എടുക്കേണ്ടാത്ത സാധനങ്ങളൊക്കെ, പാത്രങ്ങളും ഒക്കെ മുകളിൽ വെക്കാം. അതിന് താഴെ നമ്മൾ പൊടികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അടുക്കള വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ കൂടിയതാണ് നമ്മുടെ അടുക്കള. വലിയ ഗ്രാൻഡായിട്ടുള്ളൊരു അടുക്കള മോഡലാണ്. താഴെ നമ്മൾ റെഡ് ഓക്സൈഡിൻ്റെ പെയിൻറ്റാണ് അടിച്ചിരിക്കുന്നത്. ഈ റെഡ് ഓക്സൈഡിൻ്റെ പെയിൻറ്റ് ചെറുതായിട്ട് ഈ പോറൽ വീണാൾക്ക് പാടുപാട് വന്നിട്ടുണ്ട്, പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ഒരു വാതിൽ പുറത്തോട്ട് നമ്മുടെ പുറകുവശമാണ്, വീടിൻ്റെ പുറകു ഭാഗം. നമ്മൾ കല്യാണത്തിൻ്റെ തലേദിവസം ഇവിടിട്ട് പാചകവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുപ്പൊക്കെയാണ്. ഇവിടെ നമ്മൾ ഇടയ്ക്ക് കഞ്ഞിയൊക്കെ വെക്കും. പിന്നെ ഇപ്പം കടയിലിപ്പം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പം അടുപ്പയിൽ വെക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. എല്ലാം പെട്ടെന്ന് അകത്ത് തന്നെ പെട്ടെന്ന് ചെയ്യുന്നതാണ്. രാവിലെ എല്ലാം എഴുന്നേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കാരണം അടുപ്പയിൽ ഇങ്ങനെ കഴിവതും വെക്കുന്നില്ല. ഇപ്പം ഇവിടെ പുറത്ത് നമ്മളൊരു മേശയൊക്കെ ഇട്ട് ഇരിക്കാനുള്ളതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ ഇവിടെ എല്ലാവരും വന്നിരിക്കും. നമ്മുടെ പുറത്ത് തോടാണ്, മൊത്തം മോശമായിട്ട് കിടക്കുവാണ്. ഈ വെള്ളവും മഴയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മാത്രമേ അവിടെ നല്ല വൃത്തിയായിട്ടുള്ള വെള്ളം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ വെള്ളപ്പറ്റാണിപ്പം, ഭയങ്കര സ്മെല്ലൊക്കെയാണ് ആ തോടിന് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് പറമ്പും പിന്നെ സൈഡിലത്തെ വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ പുറകുവശത്തെ സംഭവങ്ങൾ, കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ കൂടിയാണ് നമ്മുടെ വീട്. അപ്പം നമ്മുടെ വീടിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മൊത്തം 6,50,000 രൂപയിൽ പണിതെടുത്ത വീട്. നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നമ്മുടെ കുറച്ച് സാധനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതുമൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തൊരു വീടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീടിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരാം. ഇത് നമ്മുടെ വീടിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതണം. നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ അല്ല, അതിനെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അത് നമ്മൾ പണിയാനുണ്ടായ സാഹചര്യങ്ങളൊക്കെയാണ്. നമ്മൾ വെള്ളപ്പൊക്കം നമുക്കൊരു പേടി സ്വപ്നമായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് പുതിയൊരു വീട്ടിലോട്ട് നമ്മൾ ചേക്കേറിയതാണ് കേട്ടോ. ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. അപ്പം വെള്ളപ്പൊക്കമാണ് നമ്മളെ ഏറ്റവും വലിയ ഭയാനകം. അതൊക്കെ മാറിക്കിട്ടി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. താങ്ക് യു സോ മച്ച്.